നമസ്കാരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ഒരു വിജയഗാനം തന്നെ മുഴക്കിയ സുൽഫത്താണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുൽഫത്തിന് വലിയ തരത്തിലുള്ള പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചത്. അപ്പൊ സുൽഫത്തിനോട് തന്നെ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാം. സുൽഫത്തെ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പിന്തുണയായിട്ടൊക്കെ വന്നിരുന്നില്ലേ? ഉണ്ടായിരുന്നു, കുറെ പേരുണ്ടായിരുന്നു. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും ആളുകൾ എന്നെ പിന്തുണയായിട്ട് വരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. നന്ദി പറയുന്നുണ്ടോ? എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അച്ചാച്ചന്മാർക്കും ആവട്ടെ, അമ്മമ്മമാർക്കും ആവട്ടെ, കുട്ടികൾക്കും ആവട്ടെ, എനിക്ക് നന്ദി പറയണം. കാരണം ഇവരെല്ലാരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ നാളെ തെരഞ്ഞെടുപ്പാണല്ലോ, എന്താണ് തൃശ്ശൂരിലെ ജനങ്ങളോട് പറയാനുള്ളത്? തൃശ്ശൂരിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി സാറിനെ കുറിച്ചാണ്. സുരേഷ് ഗോപി സാറിന് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇത്രയും ആത്മവിശ്വാസം ഉണ്ടോ? നല്ല ആത്മവിശ്വാസം ഉണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ കൊട്ടിക്കലാശത്തിലൊക്കെ പങ്കെടുത്തിരുന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു അനുഭവങ്ങൾ? നല്ല അനുഭവമായിരുന്നു. അവര് സുരേഷ് ഗോപി സാറിന്റെ കൂടെ എന്നെ വണ്ടി കയറ്റി. പിന്നെ സുരേഷ് ഗോപി സാറ് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് എനിക്കൊരു പൊന്നാട പോലത്തെ ഒരു സാധനമൊക്കെ അണിയിച്ചു തന്നു. ഇത് കൊട്ടിക്കലാശത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അണിയിച്ചത്. ഇപ്പോ കേന്ദ്ര സർക്കാർ നമ്മുടെ തൃശ്ശൂർ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോദിജിയുടെ ഭാഗത്തുനിന്ന് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പടച്ചോനോട് തേടും. ഇപ്പോ ഈ മോദിജിയെ കാണാൻ ആഗ്രഹമുണ്ടോ? നല്ല ആഗ്രഹമുണ്ട്. മോദിജിയെ കാണണം. മോദിജിയായിട്ട് എനിക്ക് ഹിന്ദി ഒന്നും അദ്ദേഹത്തിന്റെ ഭാഷ അറിയില്ലെങ്കിലും അദ്ദേഹത്തിനോട് സംസാരിക്കണം എന്നുണ്ട്. അതിനുള്ള സാഹചര്യം സുരേഷ് ഗോപി ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? യെസ്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പാണ്. ഇപ്പോ ഇനിയിപ്പോ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്തായിരിക്കും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സഹപാഠികൾ എന്തായിരിക്കും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്റെ ഫ്രണ്ട്സ് പറയാ സുരേഷ് ഗോപി സാറിന്റെ കൂടെ നിന്നിട്ട് സുൽഫത്ത് വലിയ ആളായി എന്നൊക്കെ പറയും. ഇതില് ഇപ്പോ സുരേഷ് ഗോപിയുടെ ഒരു നേരിട്ട് കണ്ട് സംസാരിച്ചല്ലോ ഈ പാട്ട് പാടിയതിനു ശേഷം, എന്താണ് അദ്ദേഹം പറഞ്ഞത്? നല്ലോണം പാടി ഇനിയും ഇതുപോലെ നല്ല പാട്ടുകളൊക്കെ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ സന്തോഷായി? എനിക്ക് നല്ല സന്തോഷായി. ശരി. അപ്പൊ ഈ വേറെ ചേട്ടന്മാരുണ്ടായിരുന്നല്ലോ തൃശ്ശൂര്, ഇപ്പൊ BJP-യുടെ തന്നെ ചേട്ടന്മാർ, അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവര് എനിക്ക് കൈയൊക്കെ തന്നു, എന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അവർക്കൊക്കെ നല്ല സന്തോഷമായി. സുരേഷ് ഗോപി സാറിനെ കുറിച്ചല്ല പ്രത്യേകിച്ച് ഞാൻ പാട്ട് പാടിയത്, അതുകൊണ്ടുള്ള സന്തോഷാണ് അവർക്ക്. ഇപ്പൊ ബന്ധുക്കളൊക്കെ എന്ത് പറഞ്ഞു? ബന്ധുക്കളില് ചിലവരൊക്കെ നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. അത് അവര് വേറെ പാർട്ടിയാണ്. അപ്പം അവര് പൊട്ടാന്ന് പറയുമ്പം അവര് പറഞ്ഞത് അത് നെഗറ്റീവ്. എനിക്ക് നെഗറ്റീവിന്റെ അധികം ഇതൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ പോസിറ്റീവ് പറയാൻ എനിക്ക് കുറെ പേരുണ്ടായിരുന്നു. ഇനിയും മോള് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ടാക്കാം, ഒട്ടും കുറയ്ക്കണ്ട, ഇനിയും കുറെ ഉണ്ടാക്കിക്കോ, ഞങ്ങള് പിന്തുണയിട്ട് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മള് പൂർണ്ണമായിട്ടും ഈ ഇവിടെയുള്ള നാട്ടുകാരുണ്ടല്ലോ, അവരുടെയൊക്കെ പിന്തുണ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇനി പാട്ടുകളൊക്കെ കുറെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു എല്ലാരും. ഇപ്പോ ഇവിടെ നമ്മളിപ്പോ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചല്ലോ നാട്ടുകാരോട്. ഇപ്പൊ നാളെയാണ് വോട്ടെടുപ്പ്. തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ കൈവിടും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനത്തെ നല്ല വ്യക്തികളെ ഒരിക്കലും നല്ല മനുഷ്യര് കൈവിടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനി അവരുടെ മനസ്സാണല്ലോ, അവരുടെ ഇനി മാറ്റങ്ങൾ വരുമെന്ന് എനിക്കറിയില്ല. അപ്പൊ കുറെ പേരുണ്ട്, അവര് വോട്ട് ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. സുരേഷ് ഗോപിയെ ഇതുപോലെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? എനിക്ക് നല്ല വ്യക്തികൾ എന്ന് പറയുമ്പോൾ നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ സഹായം ചെയ്യുന്നവരും എനിക്കിഷ്ടമാണ്. അപ്പൊ സുരേഷ് ഗോപി സാറിനെ ഇഷ്ടം വരാൻ കാരണം നടനും അതിലുപരി നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ്. അത് തന്നെയാണ് കാരണം. ഇപ്പോ നാളത്തെ വോട്ടെടുപ്പിൽ തൃശ്ശൂർ ജനത പുള്ളിയെ കൈവിടുവോ? ഒരിക്കലും വിടില്ല, എനിക്ക് അത്ര ഉറപ്പുണ്ട്. അത് എല്ലാ ആളുകളും ഇപ്പോ സുരേഷ് ഗോപി എന്നല്ല, ഇവിടുത്തെ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? ഇതിൽ ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, തോന്നുന്നുണ്ട്. ഏറ്റവും മുൻപന്തിയിൽ വോട്ടുകൾ കിട്ടാൻ ഞാൻ പടച്ചവനോട് തേടും. പിന്നെ എല്ലാവരോടും പറയും സുരേഷ് ഗോപി സാറിന് വോട്ടാണെന്ന് ഇപ്പോഴും ഞാൻ പറയാറുണ്ട് എല്ലാവരോടും. പിന്നെ അവര് ആർക്ക് വോട്ടാണെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്. അത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഒന്ന് വോട്ട് ചെയ്യണമെന്ന്. അവര് പിന്നെ കമന്റ്സിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ വേറെ പാർട്ടി ആയിരുന്നു, പക്ഷെ സുരേഷ് ഗോപി സാറിന് ഞാൻ വോട്ട് ചെയ്യുന്നു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്.
അത് ഇതുപോലെ കമന്റുകൾ ഒരുപാട് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ഒരു വിജയത്തിലേക്ക് ആളെ നയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അല്ലെ? ഉണ്ട്, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പോസിറ്റീവ് കമന്റ് ആണല്ലോ നമ്മളെ വിജയത്തിലോട്ട് നയിക്കുന്നത് തന്നെ. അപ്പം ഇത്ര പോസിറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹം വിജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് വലിയ തരത്തിൽ തന്നെ പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം നമ്മുടെ സുൽഫത്ത്. അപ്പൊ സുൽഫത്തിനെ പോലെയുള്ള ഒരു പിഞ്ചുകുട്ടി പോലും സുരേഷ് ഗോപിയെ ഇതുപോലെ പിന്തുണക്കണമെങ്കിൽ നമ്മൾക്കറിയാം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഈ ഇലക്ഷനിലും അദ്ദേഹത്തെ വലിയ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി നിരവധി ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും മറ്റത് വാങ്ങിയിട്ടാണോ ഇതുപോലെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതുപോലെ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടായിരിക്കുമോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഇതൊക്കെ വെറുതെ കള്ളപ്രചരണങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ മാത്രമാണ്. കൊല്ലത്ത് നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് മത്സരിക്കുന്നത്? കൊല്ലത്തെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. സുരേഷ് ഗോപി തൃശ്ശൂർ ജില്ലയിലല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും തൃശ്ശൂർ ജില്ലക്ക് പുറത്താണ്. ഇപ്പോൾ വയനാട് പോലെയുള്ള ജില്ലകളാണ് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വയനാട് മത്സരിക്കേണ്ടത്. അപ്പോൾ ഇതൊന്നുമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യസ്നേഹി, സാമൂഹിക സേവകൻ, ഇവരെല്ലാവരും ചെയ്യേണ്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ മാതൃകയാക്കുക എന്നുള്ളതാണ്. യാതൊരു തർക്കമില്ല. അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിൽ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും അവർ ഉയർന്നു വരണം. അവർക്ക് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിനെ വർഗീയതയുടെ പേരിൽ, അതിനെ മറ്റ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ, മറ്റ് സ്ത്രീ വിഷയങ്ങളിലടക്കം കൊണ്ട് ഇടാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടുള്ള പല മാധ്യമങ്ങളും. അപ്പൊ ഇവർക്കൊക്കെ പണവും അവർ ചെയ്യുന്ന അവരുടേതായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഉയർച്ച മാത്രമാണെന്നുള്ള തർക്കമില്ല. അപ്പോൾ ഈ സുൽഫത്തിനെ പോലെയുള്ള പിഞ്ചുകുട്ടികൾ പോലും സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഈ തലമുറയിലെ കുട്ടികൾ പോലും വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ മൂല്യം നമ്മുടെ സമൂഹത്തെ എത്രത്തോളം വലിയ രീതിയിൽ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ, അദ്ദേഹം ചെയ്ത സേവനത്തെ എത്രത്തോളം വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് വരുന്ന അല്ലെങ്കിൽ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ആ വോട്ടവകാശം കൃത്യമായിട്ടുള്ള രീതിയിൽ അത് പാലിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു സമയത്ത് പറയാനുള്ളത്. വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം മാത്രം മാറാതിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പൗരനെ സംബന്ധിച്ച് ഏറ്റവും കുറവ് തന്നെയാണെന്നുള്ള തർക്കമില്ല. അപ്പൊ കേന്ദ്ര സർക്കാരിനുള്ള വലിയ തരത്തിലുള്ള പിന്തുണ അത് നാളത്തെ വോട്ടെടുപ്പിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് യാതൊരു തർക്കമില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.